ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. അപ്പോൾ ഇന്നത്തെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നിങ്ങൾ പായൽ സെലക്ഷൻ നടത്തുക. സ്ക്രീനിൽ നിങ്ങൾക്ക് ഓൾറെഡി 2 ഓപ്ഷൻസ് കാണാൻ സാധിക്കും, പായൽ 1 ആൻഡ് പായൽ 2. കുറച്ചൊരു കാം എനർജിയിൽ ഇരുന്നിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ലോട്ട് ഓഫ് താങ്ക്സ്. നിങ്ങൾ പായൽ സെലക്ഷൻ നടത്തുക. നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ സൺഡേ ഗൈഡൻസ് എന്താണെന്ന്. അതായത് April 20th എനർജിയാണ്. ഇന്ന് ഈസ്റ്റർ ആണ്. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഈസ്റ്റർ ആശംസകൾ നേരുന്നു. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. അതുപോലെ തന്നെ ഒത്തിരി ബ്ലെസ്സിങ്സ്, ഈശ്വരൻ്റെ അനുഗ്രഹം, ഒത്തിരി ഹീലിംഗ് എനർജി നിങ്ങളുടെ ലൈഫിലോട്ട് കടന്നു വരട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. നമുക്ക് റീഡിങ്ങിലും നിങ്ങളുടെ ബ്ലെസ്സിങ്സ് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഇന്നത്തെ ഗൈഡൻസ് എന്താണ്? പാൻ നമ്പർ 1 ചൂസ് ചെയ്തവർക്കുള്ള സൺഡേ ഗൈഡൻസ് എന്താണ്? താങ്ക് യു. ഇന്നത്തെ ദിവസം ഓവറോൾ ഒത്തിരി ഷിഫ്റ്റ്, ഒത്തിരി മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് കടന്നു വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഹാർട്ട് ചക്രയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിലാണ്. കുറച്ച് പേർക്ക് ഒത്തിരി ഇൻസൈറ്റാണ്, മറിഞ്ഞിരുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ക്ലാരിറ്റി ഇല്ല, വ്യക്തത ഇല്ലാതിരുന്ന പല കാര്യങ്ങൾ, സിറ്റുവേഷൻ, അതിന് ആൻസേഴ്സിൻ്റെ രൂപത്തിൽ, സൊല്യൂഷൻസിൻ്റെ രൂപത്തിൽ കുറച്ച് പേർക്ക് എന്തെങ്കിലും അവേക്കനിങ് എനർജി ആയിരിക്കാം. നിങ്ങൾക്ക് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട്, അത് ഹീൽ ചെയ്യാനായിട്ട്, അതിൻ്റെ സൊല്യൂഷൻസ് കണ്ടെത്താനായിട്ട് കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം സാധിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഒരു അട്രാക്ഷൻ്റെ എനർജിയാണ്. നിങ്ങൾ ഒത്തിരി അട്രാക്റ്റീവായിട്ടിരിക്കുന്നുണ്ടാകാം. ഒത്തിരി കോംപ്ലിമെൻറ്റ്സ് കുറച്ച് പേർക്ക് ലഭിക്കുന്നുണ്ടാകാം. അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൻ്റെ നന്മ കൊണ്ടിട്ട്, പ്യൂരിറ്റി കൊണ്ടിട്ട് ഒത്തിരി പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് അട്രാക്റ്റ് ചെയ്യുന്നതായിട്ട് ഈ ഒരു ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ സണ്ണിലും വന്നിട്ട് ഒത്തിരി പോസിറ്റീവായിട്ടുള്ള എനർജിയാണ്. കുറച്ച് പേർക്ക് ഇവിടെ സേക്രൽ ചക്ര അല്ലെങ്കിൽ സോളാർ പ്ലെക്സസ് ചക്രയിൽ ഒത്തിരി ഹീലിംഗ് കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇവിടെ ദീർഘവീക്ഷണമാണ്. നിങ്ങളുടെ ലൈഫിനെ കുറിച്ചിട്ട് മുന്നോട്ട് ഇനി എന്താണ് ചെയ്യേണ്ടത്, അവിടെ ഒരു പ്ലാനിങ് നടത്തുന്ന ഒരു എനർജി, അല്ലെങ്കിൽ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ഇന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നുണ്ടാകാം. അതെല്ലാം ഒത്തിരി ബ്ലെസ്സിങ്സ് കൊണ്ടുവരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ വ്യക്തിത്വമാണ്, നിങ്ങളുടെ ഓറയാണ്, അവിടെ ഒത്തിരി ക്ലെൻസിങ് കൊണ്ടുവരാനായിട്ട്, ഒത്തിരി പോസിറ്റീവ് എനർജി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ടും കുറച്ച് പേർക്ക് സാധിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഇവിടെ പറഞ്ഞ പോലെ തന്നെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും അബണ്ടൻസ് ആയിരിക്കാം, സ്ട്രോങ് ആയിട്ടുള്ള ഒരു എനർജിയിൽ ഇരിക്കാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് ആയിരിക്കാം ഇന്നത്തെ ദിവസം നിങ്ങളുടെ ലൈഫിലോട്ട് കടന്നു വരുന്നത്. കുറച്ച് പേർക്ക് അഗെയിൻ ഒത്തിരി കോംപ്ലിമെൻറ്റിൻ്റെ എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ബ്ലെസ്സിങ്ങിൻ്റെ രൂപത്തിൽ. കുറച്ചൊരു ചാലഞ്ച് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ്. എന്തെങ്കിലുമൊക്കെ ഡിസ്കഷൻസ്, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വരുമ്പോൾ ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാകാം, ഓരോ ഐഡിയാസ് ഉണ്ടാകാം. ചിലപ്പോൾ അത് എന്താ പറയുക, ഉൾക്കൊള്ളാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് കുറച്ച് പേരുടെ ലൈഫിൽ ഉണ്ടാകുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് നിങ്ങൾ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടാകാം, ഒറ്റയടിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. അപ്പോൾ നിങ്ങളോട് പറയുന്നത് വർക്ക് എല്ലാവർക്കുമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എല്ലാം താൻ തന്നെ ചെയ്യണം. അങ്ങനത്തെ ഒരു എനർജിയിൽ നിന്ന് മാറിയിട്ട് എല്ലാവർക്കും അവരുടെ ഉത്തരവാദിത്തങ്ങൾ, ആ റെസ്പോൺസിബിലിറ്റി നിങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതും നിങ്ങളെ ഈ ഒരു സമയത്ത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. കുറച്ച് പേർക്ക് ഹെൽപ്പ് ആൻഡ് സപ്പോർട്ടിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ അത് നേടാനായിട്ടും ശ്രമിക്കുക. അതും ഒത്തിരി പോസിറ്റീവായിട്ടുള്ള എനർജിയായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ഇന്നത്തെ ദിവസം നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ വിചാരിച്ച പോലെ എക്സാക്ട്ലി കാര്യങ്ങൾ സംഭവിക്കാത്തപ്പോൾ നിങ്ങൾ വിഷമിക്കാതിരിക്കുക. കുറച്ചൊരു പേഷ്യൻസോടുകൂടി മുന്നോട്ട് പോകുക. അത് നിങ്ങളെ ഈ ഒരു സമയത്ത് സഹായിക്കുന്നതാണ്. ഓക്കെ, കുറച്ച് പേർക്ക് നിങ്ങളെന്താണോ, നിങ്ങളുടെ എനർജി എന്താണോ അത് ഉൾക്കൊള്ളാനായിട്ട്, അത് അംഗീകരിക്കാനായിട്ടും ശ്രമിക്കുക. അക്സെപ്റ്റൻസിൻ്റെ എനർജിയിലോട്ട് വരിക. നിങ്ങളുടെ സിറ്റുവേഷൻ ആയിക്കോട്ടെ, നിങ്ങളുടെ സാഹചര്യങ്ങളായിക്കോട്ടെ, അത് ഉൾക്കൊള്ളാനായിട്ടും ശ്രമിക്കുക. എന്തെങ്കിലുമൊക്കെ പാസ്റ്റിലെ എനർജീസ് നിങ്ങളെ ട്രബിൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ എന്താണ്? ഓക്കെ, സംഭവിക്കേണ്ടത് സംഭവിച്ചു, അവിടെ നിന്ന് ഞാൻ എന്ത് ലെസണാണ് ഉൾക്കൊള്ളേണ്ടത്, എന്താണ് പഠിക്കേണ്ടത്, അതിൽ നിങ്ങളുടെ എനർജി ഫോക്കസ് കൊടുക്കാനായിട്ട് ശ്രമിക്കുക ഇന്നത്തെ ദിവസം വന്നിട്ട്. നെക്സ്റ്റ് നിങ്ങളുടെ ഈസ്റ്റർ ബ്ലെസ്സിങ്സ് നോക്കാം. പാൻ നമ്പർ 1 ചൂസ് ചെയ്തവർക്കുള്ള ഈസ്റ്റർ ബ്ലെസ്സിങ്സ് എന്താണ്? താങ്ക് യു. ആർക്കേഞ്ചൽ മൈക്കിളാണ് വന്നിരിക്കുന്നത്. ഹൂ ഈസ് ലൈക്ക് ഗോഡ്, ഏഞ്ചൽ ഓഫ് കറേജ്, സ്ട്രെങ്ത് ആൻഡ് പ്രൊട്ടക്ഷൻ,
മെയിനായിട്ട് ഒത്തിരി സംരക്ഷണം, ഒത്തിരി പ്രൊട്ടക്ഷൻ്റെ എനർജി നിങ്ങളുടെ ലൈഫിലോട്ട് കടന്നു വരുന്നതാണ്. കുറച്ച് പേർക്ക് ധൈര്യം, ആത്മവിശ്വാസം, ഓക്കെ, ആ ഒരു എനർജിയായിട്ട് കണക്ട് ചെയ്യാനായിട്ട് കുറച്ച് പേരെ സഹായിക്കുന്നുണ്ടാകാം. താങ്ക് യു. ഓക്കെ, 2 കാർഡും കൂടെ വന്നിട്ടുണ്ട്. ലോർഡ് ശിവയാണ് വന്നിരിക്കുന്നത്. മെഡിറ്റേഷൻ, ഡിസ്ട്രക്ഷൻ ആൻഡ് റീക്രിയേഷൻ്റെ എനർജി. ഇവിടെ ഡെത്തിൻ്റെ എനർജി തന്നെയാണ് റിപ്പീറ്റായിട്ട് വന്നിരിക്കുന്നത്. ഒത്തിരി ട്രാൻസ്ഫോർമേഷൻ, ഒത്തിരി മാറ്റങ്ങളിൽ കൂടെ കടന്നു പോകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി സമാധാനം, ഒത്തിരി പീസ്, പഴയ കാര്യങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് ഒരു ന്യൂ എനർജിയായിട്ട് കണക്ട് ചെയ്യാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് സ്പിരിച്വൽ ആയിട്ടുള്ള, ആത്മീയമായിട്ടുള്ള എനർജിയാണ്. കുറച്ചും കൂടെ ഡീപ്പ് മെഡിറ്റേഷനിലോട്ട് പോകാനായിട്ട് ബ്ലെസ്സിങ്സ് ഉണ്ടാകുന്നതാണ്. ആർക്കേഞ്ചൽ യൂറിയൽ, ഗോഡസ് ലൈറ്റ്, ഏഞ്ചൽ ഓഫ് ഐഡിയാസ് ആൻഡ് ഇൻ്റലിജൻസ്. ഇത് നിങ്ങളുടെ ക്രൗൺ ചക്രയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എനർജിയാണ്. അവിടെ ഒത്തിരി ഹീലിംഗ്, കുറച്ചുകൂടെ ക്ലാരിറ്റി, വ്യക്തത, പുതിയ പുതിയ എനർജീസ് ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട്, പുതിയ ഐഡിയ ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട്, പുതിയ പ്രൊജക്റ്റൊക്കെ ആയിട്ട് കണക്ട് ചെയ്യാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിസ്ഡം കറക്റ്റ് പ്ലേസിൽ യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ്ങും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ നിങ്ങളുടെ ബുദ്ധിശക്തിയായിട്ട് റിലേറ്റ് ചെയ്തിട്ട്, ഇൻ്റലിജൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടും ബ്ലെസ്സിങ്സ് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ബുദ്ധിശക്തി യൂസ് ചെയ്തിട്ട് പല സിറ്റുവേഷൻസും നിങ്ങൾക്ക് ഓവർകം ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. വേറെ എന്ത് ബ്ലെസ്സിങ് ആണുള്ളത്? 2 കാർഡും കൂടി എടുക്കാം. പായൽ നമ്പർ 1ൻ്റെ ലൈഫിൽ മുന്നോട്ടുള്ള സമയങ്ങളിൽ എന്ത് ബ്ലെസ്സിങ് ആണ് വരുന്നത്? താങ്ക് യു. പേജ് ഓഫ് പെൻറ്റക്കിൾസ്, അഗെയിൻ സെയിം എനർജി തന്നെയാണ് വരുന്നത്. കുറച്ച് പേർക്ക് ആത്മവിശ്വാസം, കറേജിൻ്റെ എനർജി, കുറച്ച് പേർക്ക് മണി ഫിനാൻസ് ആയിട്ടുള്ള ബ്ലെസ്സിങ് കാണുന്നുണ്ട്. ബാക്കിലിവിടെ 10 ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. കുറച്ച് പേർക്ക് ഹോം, ഫാമിലി, റിലേഷൻഷിപ്പായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ബ്ലെസ്സിങ് ആണ്. അവിടെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ, ന്യൂ എനർജി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് കുറച്ച് പേർക്ക് സാധിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് പുതിയതായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ മേടിക്കാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് ആയിരിക്കാം. പുതിയ വീടായിരിക്കാം, പ്രോപ്പർട്ടി ആയിരിക്കാം, പുതിയ എന്തെങ്കിലുമൊക്കെ ബിസിനസ് പ്രൊജക്റ്റ് ലോഞ്ച് ചെയ്യാനായിട്ടായിരിക്കാം. കുറച്ച് പേർക്ക് ഫാമിലിയുടെ യൂണിറ്റിയാണ്, സപ്പോർട്ടിൻ്റെ എനർജിയാണ് ബ്ലെസ്സിങ്ങിൻ്റെ രൂപത്തിൽ വരുന്നത്. അപ്പോൾ ഇത്രയാണ് പാൻ നമ്പർ 1 ചൂസ് ചെയ്തവർക്കുള്ള ഇന്നത്തെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ സൺഡേ ഗൈഡൻസ് എന്താണെന്ന്. April 20th, ഇന്ന് ഈസ്റ്റർ ആണ്. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഈസ്റ്റർ ദിന ആശംസകൾ നേരുന്നു. നിങ്ങൾക്ക് ഒത്തിരി സന്തോഷം, ഹാപ്പിനെസ്, ഒത്തിരി ബ്ലെസ്സിങ്സ് ഈശ്വരൻ നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. നമുക്ക് ഇന്നത്തെ റീഡിങ്ങിലും നോക്കാം ഈസ്റ്റർ ബ്ലെസ്സിങ്സ് എന്തൊക്കെയാണെന്ന്. അപ്പോൾ ഫസ്റ്റ് ഇന്നത്തെ മെസ്സേജസ് നോക്കാം. ഇവിടെ കാർഡ്സ് വീണു, ഞാൻ ഒന്നും കൂടെ ഷഫിൾ ചെയ്യാണ്. ഫയൽ നമ്പർ 2 ചൂസ് ചെയ്തവർക്കുള്ള സൺഡേ എനർജീസ് എന്താണ്? താങ്ക് യു. ഇന്നത്തെ ദിവസം വൈകാരികമായിട്ട്, ഇമോഷണലിയും അതുപോലെ തന്നെ മെൻ്റലിയും കുറച്ചൊന്ന് ബാലൻസ്ഡ് ആയിട്ടിരിക്കാനായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾക്കറിയുന്ന കാര്യങ്ങൾ, നിങ്ങൾക്ക് ഉറപ്പുള്ള കാര്യങ്ങൾ, അത് നിങ്ങൾ ചൂസ് ചെയ്യുക ഈ ഒരു സമയത്ത് വന്നിട്ട്. കാരണം 8 ഓഫ് സോഡ്സിൽ ഒത്തിരി കോൺഫ്ലിക്റ്റിൻ്റെ എനർജിയാണ്. തനിക്ക് അനങ്ങാൻ സാധിക്കുന്നില്ല, ആക്ഷൻസ് എടുക്കാൻ സാധിക്കുന്നില്ല, അങ്ങനത്തെ ഒരു സഫോക്കേറ്റിംഗ് എനർജിയിലിരിക്കുന്നതായിട്ട് കുറച്ച് പേര് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇത് നിങ്ങളുടെ ചിന്തകൾ ത്രൂ ആയിരിക്കാം, നിങ്ങൾ ആലോചിച്ച് വിഷമിക്കുന്ന ഒരു എനർജി ആയിരിക്കാം, അത് നിങ്ങളെ സ്റ്റക്കാക്കി നിർത്തുന്നതായിരിക്കാം. അപ്പോൾ അത് കുറച്ചൊന്ന് ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾ ചിന്തിച്ച് ഒത്തിരി ഇമോഷണലി ഒത്തിരി ഡൗൺ ആകുന്ന ഒരു എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ കുറച്ചൊരു കെയർ ആൻഡ് അറ്റൻഷൻ കൊടുക്കാനായിട്ട് ഈ ഒരു സമയത്ത് പറയുന്നുണ്ട്. ഇവിടെ പോസിറ്റീവ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ, നിങ്ങൾ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ, പോസിറ്റീവായിട്ടുള്ള എനർജി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചു കഴിഞ്ഞാൽ ഒത്തിരി ഹോപ്പ്, ഒത്തിരി സ്ട്രെങ്ത്, ഒത്തിരി കോൺഫിഡൻസിൻ്റെ എനർജി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. കുറച്ച് പേർക്ക് ക്ലാരിറ്റി, വ്യക്തത ലഭിക്കുന്നതാണ് ബ്ലെസ്സിങ്ങിൻ്റെ രൂപത്തിൽ. കുറച്ച് പേർക്ക് മണി ഫിനാൻസ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് ആയിരിക്കാം, ഫാമിലി ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് ആയിരിക്കാം. കുറച്ച് പേർക്ക് നിങ്ങളുടെ വിഷസ്, നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല, അതും കുറച്ച് പേരെ ഇവിടെ എഫക്റ്റ് ചെയ്യുന്നുണ്ടാകാം. അപ്പോൾ ഇമോഷണൽ ഹീലിങ്ങിന് വേണ്ടിയിട്ട് കുറച്ചൊന്ന് ശ്രദ്ധിക്കുക. അഗെയിൻ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത്. കുറച്ചും കൂടെ ആൻസിസ്ട്രൽ എനർജി ആയിട്ട്, നിങ്ങളുടെ ഫാമിലിയുടെ എനർജി ആയിട്ട്, റൂട്ട്സ് ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക്
ഒത്തൊരുമയോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങളെ സഹായിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ലൈഫിൽ, പ്രത്യേകിച്ച് നമ്മുടെ ക്ലോസ് ഫാമിലി നെറ്റിലുള്ളവർക്ക് പലർക്കും പല സ്വഭാവങ്ങളായിരിക്കും. ഓക്കെ, പല ഐഡിയാസ് ആയിരിക്കാം, പല എനർജിയുള്ള വ്യക്തികളായിരിക്കാം. അപ്പോൾ അത് കുറച്ചുകൂടെ ഉൾക്കൊള്ളാനായിട്ട് ശ്രമിക്കുക. അതും നിങ്ങളെ ഈ ഒരു സമയത്ത് സഹായിക്കുന്നതാണ്. നമ്മൾ ഓവറായിട്ട് ഡിഫെൻഡ് ചെയ്യണ സമയത്ത്, എല്ലാ കാര്യങ്ങളും എതിർക്കുക, അല്ലെങ്കിൽ നമ്മളുടെ മുൻവിധിയോടുകൂടി നമ്മളൊരു കാര്യത്തെ സമീപിക്കുമ്പോൾ നമുക്ക് അതനുസരിച്ചിട്ടുള്ള റിസൾട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഡിഫറെൻറ്റ് എനർജീസ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ എൻജോയ് ചെയ്യാനായിട്ട്, ഉൾക്കൊള്ളാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഈ ഒരു സമയത്ത് സഹായിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അതെല്ലാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറച്ചൊരു പീസ്, സമാധാനം നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നതാണ്. കുറച്ച് പേർക്ക് ഐസ്, കണ്ണുകളായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവിടെ കുറച്ച് പേർക്ക് ഹീലിംഗ് ലഭിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഇൻ്റലിജൻസ്, നിങ്ങളുടെ അറിവ് നിങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ടാകാം ഈ ഒരു സമയത്ത്. കുറച്ച് പേർക്ക് ട്രാവലിൻ്റെ ബ്ലെസ്സിങ് ആണ്. ഒത്തിരി വിസ്ഡമുള്ള പ്ലേസസ് വിസിറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു അനുഗ്രഹം കുറച്ച് പേരുടെ ലൈഫിൽ ഉണ്ടാകുന്നുണ്ടാകാം. ഓക്കെ, അതും നിങ്ങളുടെ ഉള്ളിൽ ഒത്തിരി ഹീലിംഗ് കൊണ്ടുവരാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് ഇവിടെ സെൽഫ് ലവിൻ്റെ എനർജി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട്, നിങ്ങൾക്ക് കുറച്ചൊരു അറ്റൻഷൻ കൊടുക്കാനായിട്ടും കുറച്ച് പേർ ഇന്നത്തെ ദിവസം ശ്രമിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് റിലാക്സേഷൻ്റെ എനർജിയാണ്. ഓക്കെ, കുറച്ചൊന്ന് റിലാക്സ്ഡ് ആവാനായിട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ എനർജി ആയിട്ട് കണക്ട് ചെയ്യുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ലവ് റിലേഷൻഷിപ്പായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് റിസോൾവ് ചെയ്യാനായിട്ടും അവിടെ ഒരു ന്യൂ എനർജി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ടും കുറച്ച് പേർക്ക് സാധിക്കുന്നുണ്ടാകാം. നെക്സ്റ്റ് നിങ്ങളുടെ ഈസ്റ്റർ ബ്ലെസ്സിങ്സ് നോക്കാം. പൈൽ നമ്പർ 2 ചൂസ് ചെയ്തവർക്ക് എന്ത് ബ്ലെസ്സിങ്സ് ആണ് വരുന്നത്? താങ്ക് യു. ഗണപതിയുടെ എനർജിയാണ് വന്നേക്കുന്നത്. ഫോർച്യൂൺ ആൻഡ് സക്സസ്. കുറച്ച് പേർക്ക് ആൻസിസ്ട്രൽ പ്രോപ്പർട്ടി അല്ലെങ്കിൽ മണി ഫിനാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ബ്ലെസ്സിങ്സ് നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് താൻ ഫോർച്യൂണേറ്റ് ആണ്, തൻ്റെ ലൈഫിൽ ഒത്തിരി ഭാഗ്യം, ഒത്തിരി ഹാപ്പിനെസ് എനിക്ക് അനുഭവിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ എനർജിയിലിരിക്കാനായിട്ട് കുറച്ച് പേർക്ക് സാധിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് സക്സസ് ആണ്. എക്സാമിലൊരു സക്സസ് ആയിരിക്കാം, അല്ലെങ്കിൽ പാസ്റ്റിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഹീൽ ചെയ്യാനായിട്ടുള്ള ഒരു സക്സസ് ആയിരിക്കാം. എന്തെങ്കിലുമൊക്കെ കോൺട്രാക്റ്റ് സൈൻ ചെയ്യുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഗണപതി ഭഗവാനോട് എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ, നല്ല ഇൻറ്റൻഷനോട് കൂടി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അവിടെയും ഒത്തിരി പോസിറ്റീവ് എനർജി വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ ഹാനിയലാണ്, ആർക്കേഞ്ചൽ ഹാനിയലാണ്. ഗ്ലോറി ഓഫ് ഗോഡ്, ഏഞ്ചൽ ഓഫ് പാഷൻ, ഗ്രേസ്, ബ്യൂട്ടി ആൻഡ് ഹാർമണിയുടെ എനർജിയാണ്. കുറച്ച് പേർക്ക് നിങ്ങളുടെ പാഷൻ, നിങ്ങൾക്ക് ഏറ്റവും ഹാപ്പിനെസ് നൽകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ആ ഒരു എനർജി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ്. കുറച്ച് പേർക്ക് ലവ് റിലേഷൻഷിപ്പിലൊരു ഹാർമണി ആയിരിക്കാം. കുറച്ച് പേർക്ക് കുറച്ചുകൂടെ ഗ്രേസ്ഫുൾ ആയിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാനായിട്ട്, കുറച്ചുകൂടെ ബാലൻസ്ഡ് ആയിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് ആണ്. കുറച്ച് പേർക്ക് സൗന്ദര്യം, ബ്യൂട്ടി ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ബ്ലെസ്സിങ് ആണ്. കുറച്ച് പേർക്ക് ബ്യൂട്ടി പ്രൊഡക്ട്സ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ബ്ലെസ്സിങ് ആയിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഓവറോൾ ഓറ, നിങ്ങളുടെ ബ്യൂട്ടി, അവിടെ എന്തെങ്കിലുമൊക്കെ ട്രാൻസ്ഫോർമേഷൻ, എന്തെങ്കിലുമൊക്കെ ബ്ലെസ്സിങ്സ് കടന്നു വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇത് ഇമോഷണൽ എനർജിയാണ്. അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു ഹാർമണി നിലനിർത്താനായിട്ട് കുറച്ച് പേർക്ക് ബ്ലെസ്സിങ് ഉണ്ടാകുന്നതാണ്. വേറെ എന്ത് ബ്ലെസ്സിങ് ആണ് പൈൽ നമ്പർ 2 ചൂസ് ചെയ്തവർക്ക്? താങ്ക് യു. കിങ് ഓഫ് പെൻറ്റക്കിൾസ്, അഗെയിൻ ഫോർച്യൂണിൻ്റെ എനർജിയാണ്. മണി ഫിനാൻസ് ആയിട്ടുള്ള ഒരു ബ്ലെസ്സിങ് ആണ്. കുറച്ച് പേർക്ക് റിലേഷൻഷിപ്പിലാണ്, അവിടെ കുറച്ചും കൂടെ സ്റ്റെബിലിറ്റി, ബാലൻസ് കൊണ്ടുവരാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഫ്രൂട്ട്സ്, ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫ്രൂട്ട്സ് എൻജോയ് ചെയ്യാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് ആയിരിക്കാം. കുറച്ച് പേര് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലുമൊക്കെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എനർജീസ് വരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. വേറെ എന്ത് ബ്ലെസ്സിങ്? ജസ്റ്റിസ്, കർമ്മ ക്ലിയറിങ്ങിൻ്റെ എനർജിയാണ്. എന്തെങ്കിലുമൊക്കെ പാസ്റ്റിലെ കർമ്മ, പാസ്റ്റിലെ എനർജീസിലൊരു ഹീലിംഗ്, ബാലൻസ് കൊണ്ടുവരാനായിട്ട് കുറച്ച് പേർക്ക് ബ്ലെസ്സിങ് ഉണ്ടാകുന്നതാണ്. കുറച്ച് പേർക്ക് എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള ന്യൂസ്, പോസിറ്റീവായിട്ടുള്ള ഇൻഫർമേഷൻ, എന്തെങ്കിലുമൊക്കെ മെസ്സേജസ്, അഗെയിൻ കോൺട്രാക്റ്റിൻ്റെ എനർജി, അതെല്ലാം നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് മാരേജ് കോൺട്രാക്റ്റ് ആയിരിക്കാം. മാരേജ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള എന്തെങ്കിലുമൊക്കെ എനർജി, എന്തെങ്കിലുമൊക്കെ ഹീലിംഗ് സംഭവിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ജസ്റ്റിസ്, നീതിയുടെ എനർജി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് ബാക്കിൽ കണ്ടോ, ഏസ് ഓഫ് കപ്സ്, സ്റ്റാർ, ഒത്തിരി ഹീലിംഗ്, ഒത്തിരി എനർജീസിൽ ഹീലിംഗ്,
ടഫ് സിറ്റുവേഷൻസ് എൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ്ങും നിങ്ങളുടെ ലൈഫിൽ വരുന്നതാണ്. കുറച്ച് പേർക്ക് സത്യസന്ധത, ട്രൂത്ത്, അതുപോലെ തന്നെ ഹോണസ്റ്റിയുടെ എനർജിയാണ്. ആ ഒരു എനർജിയിൽ നിങ്ങൾ ഇരുന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്കതിൻ്റെ ഗുഡ് റിസൾട്ട് കിട്ടുന്നതാണ് ഇനി മുന്നോട്ട് വരുന്ന സമയങ്ങളിൽ. അപ്പോൾ ഇത്രയാണ് പാൽ നമ്പർ 2 ചൂസ് ചെയ്തവർക്കുള്ള ഇന്നത്തെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് വന്നിട്ട്. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.